ഹായ് ഹലോ എല്ലാവർക്കും മോംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി രുചിയായിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ബീറ്റ്റൂട്ട് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അരി, നമ്മൾ ചോറ് വയ്ക്കത്തില്ല, കുത്തരി ആയാലും വെള്ളരി ആയാലും കുഴപ്പമില്ല, ഒന്ന് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരി നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരി നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ആ ഉരുളിയിൽ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നല്ലൊരു തോരനായിട്ട് ഒരു മോര് കറിയും ഈ തോരനും ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. പിന്നെ ഒരു മീൻ വറുത്തത് കൂടെ ആയാൽ കുശാലായി, അതില്ലേലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക്. ഞാനിവിടെ 2 ബീറ്റ്റൂട്ട്, വലിയ ബീറ്റ്റൂട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്, എരിവ് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 4 മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളകും ഈ സവാളയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടട്ടെ. ഒത്തിരി വഴന്നൊന്നും പോകണ്ട, ബീറ്റ്റൂട്ടിന് വേവുള്ളതല്ലേ. അപ്പോൾ ഇതാ അതിലേക്ക് ഇനി നമുക്ക് ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് തട്ടിപ്പൊത്തി അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റണം. ഇപ്പോൾ നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. തോരനൊക്കെ നമ്മൾ തോരനും മെഴുക്കുവരട്ടിക്കൊന്നും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിനൊരു രുചി കൂട്ടാനായിട്ട് ഈ ഉരുളൻകിഴങ്ങ് 2 ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് നല്ലപോലെ തട്ടിപ്പൊത്തി ഒതുക്കി നമുക്ക് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം അതൊന്ന് ആവി കയറി വേവട്ടെ. അപ്പോൾ അതാ കുറച്ചൊരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ വീണ്ടും ഞാൻ തുറന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അല്ലെങ്കിൽ തോരനൊക്കെ അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ കരിഞ്ഞ മണവുമൊക്കെ ആകുമ്പോൾ അത് കൊള്ളത്തില്ല. അപ്പോൾ അതാ വീണ്ടും ഞാനതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ അതാ തുറന്ന് നോക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ബീറ്റ്റൂട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും ഇച്ചിരി അരി വറുത്തതൊക്കെ ചേർക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി തേങ്ങയുടെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഉരുളക്കിഴങ്ങും എല്ലാം നല്ല പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ബീറ്റ്റൂട്ട് ഞാൻ കൊത്തി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. എന്നാൽ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഇനി ഒന്ന് ആവി കയറ്റണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. നമുക്കിനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ ഒത്തിരി സമയമൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ അടിയിലൊന്നും പിടിച്ച് പോരുത്. ഇപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ, പാത്രത്തിൽ ഒട്ടും പിടിച്ചിട്ടില്ല. അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി തന്നെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഇതുപോലെ ശ്രദ്ധയോടെ നിന്ന് ചെയ്യുക. അടുക്കളയിൽ ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് നല്ല ശ്രദ്ധ വേണം. അതുപോലെ തന്നെ തീയൊക്കെ പരുവത്തിന് വെച്ച് സിമ്മിൽ വെക്കേണ്ടത് സിമ്മിൽ തന്നെ വെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും
ബായ്.